ഹായ് ഹലോ. അപ്പം ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, ഉച്ചയ്ക്ക് ഇന്ന് മീനൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് സൺഡേ ഡിന്നർ എന്താന്ന് നോക്കാം. അപ്പം നമുക്ക് അടിപൊളി തട്ട് ദോശയും ചമ്മന്തിയും ഫിഷ് ഫ്രൈയും മീൻ പൊരിച്ചതും ഓക്കെ. പിന്നെ നമ്മുടെ ചമ്മന്തി പൊടി, ദോശപ്പൊടി എന്ന് ഞങ്ങൾ പറയും. അപ്പൊ സെറ്റ് ആക്കി ഒന്ന് കഴിക്കാം. നമ്മുടെ ദോശ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളി തട്ട് ദോശ ചൂടാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തിക്കുള്ള തേങ്ങ, മുളക് പൊടി, ഉള്ളി, പച്ചമുളക്, അടിപൊളി ഒരു ചമ്മന്തി അരച്ചിട്ട് വരാം. അപ്പൊ ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, ചമ്മന്തിയുടെ റെസിപ്പി ഒന്നും പറയുകയല്ല കേട്ടോ, വെറുതെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇടുന്നേ ഉള്ളു. അപ്പൊ എണ്ണ ചൂടായിട്ടെ. നമ്മുടെ കടുക് വറ കൂടിപ്പോയി കേട്ടോ. അപ്പൊ നമ്മുടെ കടുക് ഒരുവിധം പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടിപൊളി. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാവരും ഒന്നിച്ചങ്ങ് ഇടുക കേട്ടോ. നമ്മളെ ചമ്മന്തിയുടെ പാത്രം വലുതായി പോകുന്നു, ചെറുതായി പോകുന്നു. പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം കേട്ടോ. പിന്നെ ആ ചൂട് മാത്രം മതി. അയ്യോ പതച്ച് വേസ്, എന്നാലും കുഴപ്പമില്ല, വേഗം തീ അണച്ചു കൊടുത്താൽ കേട്ടോ. സൂപ്പർ ചമ്മന്തി ആയിരിക്കും. തീ ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചമ്മന്തി സെറ്റ്. അപ്പൊ നമുക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ദോശ ചൂടാം. ഉച്ചയ്ക്ക് നല്ല അടിപൊളി പാര ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബാലൻസ് 2 കൂടെ ഉണ്ട്. അപ്പൊ അതും പൊരിച്ച് കഴിക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ 2 ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഒന്നിന് നമുക്ക് തട്ടുദോശയും ചൂടാം, ഒന്നിന് നമുക്ക് മീനും പൊരിക്കാൻ വെക്കാം. ഇനി 2 മീനേ ഉള്ളൂ കേട്ടോ, ബാക്കി ഉച്ചയ്ക്ക് എടുത്തായിരുന്നേ. ചൂടായിട്ടുണ്ട്. ചെറിയ ദോശ, വല്ലാണ്ട് പരത്തരുത്. ഓക്കെ, അതാണ് നമ്മുടെ തട്ടുദോശ സൂപ്പറായിട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ഒരു 3 എണ്ണമൊക്കെ ഇടാറുണ്ട്. ചെറുത്, കുറച്ചും കൂടെ ചെറുത്. ഇപ്പം ഞാൻ 2 എണ്ണത്തിൽ കാണിച്ചേ ഉള്ളേ. ഓ അടിപൊളി തട്ടുദോശ, അടിപൊളി തട്ടുദോശ, അടിപൊളി മീൻ ഫ്രൈ, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി. ഞങ്ങൾ ദോശപ്പൊടി ഇങ്ങനെ ഒരു കുഴി ഒഴിച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ചമ്മന്തികൾ ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെ നിറച്ച് ചമ്മന്തിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുതിർത്ത് കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ദോശ കഴിക്കട്ടെ, ബാക്കി ദോശ ചൂടാനുണ്ട്. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.